Good morning, students. Good morning. കേൾക്കുന്നുണ്ടോ? Good morning. Good morning, sir. കേൾക്കാൻ പറ്റുന്നുണ്ടോ? Sir, welcome. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ഇന്ന് ശരിക്കും നമ്മളെ തേർഡ് സെക്ഷൻ ആണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ സെക്ഷൻ കൊണ്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് 3 ടോപ്പിക്സ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ക്വാണ്ടം മെക്കാനിക്സിന്റെ ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന 3 ടോപ്പിക്സ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും അതിന് മുൻപും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിന്റെ ബേസിക് പോസ്റ്റുലേറ്റ്സ്, വാട്ട് ആർ ദ പോസ്റ്റുലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ചും കൂടെ എന്താണ് പറയേണ്ടത്, കുറച്ചും കൂടെ അതിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂസും അതുപോലെ നോർമലൈസേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തത്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ആപ്ലിക്കേഷൻസ് ഓഫ് എന്താണ് ദ ക്വാണ്ടം മെക്കാനിക്കൽ കൺസെപ്റ്റ്സ്. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടൊരു കൺസെപ്റ്റ് ആണ്, നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണ്. സോ ദാറ്റ് ഈസ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. സോ ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി Heisenberg uncertainty principle. Okay. അപ്പോൾ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ ഏറ്റവും ബ്രീഫായിട്ട് ഞാൻ അതിന്റെ ഒരു ക്യാപ്സ്യൂൾ ടൈപ്പ് തിയറി പറയാം. നിങ്ങൾക്കറിയാം, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ പില്ലർ ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു മെയിൻ പില്ലറുകളിൽ ഒന്നാണ് എന്ത്, ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഓക്കെ, ഇതിനകത്ത് 2 കൺസെപ്റ്റ്സ് ആണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒന്നറിയാം, ഇറ്റ് ഈസ് എന്താണ്, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു മെഷർ സൈമൾട്ടേനിയസ്ലി ദ ബോത്ത് പൊസിഷൻ ആൻഡ് മൊമെന്റം ഓഫ് എ പാർട്ടിക്കിൾ. ഒരു പാർട്ടിക്കിളിന്റെ, അതായത് ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിന്റെ പൊസിഷനും മൊമെന്റവും ഒരേ സമയത്ത് നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ഡെൽറ്റ എക്സ്. ഞാൻ ഇക്വേഷൻ മാത്രമേ പറയുന്നുള്ളൂ. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എക്സ്. Okay, so that is delta x into delta px, which is greater than or equal to h cut by 2 അല്ലെങ്കിൽ h cut. Okay, അപ്പോൾ ഞാനിപ്പോൾ അതിനകത്ത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ ആ ഇൻഇക്വാലിറ്റി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. യു ആർ ആക്ച്വലി യൂസിങ് എന്താണ്, വി ആർ ആക്ച്വലി യൂസിങ് h cut or h cut by 2. അവിടെ നിങ്ങൾക്ക് സാധാരണ ഒരു ഡൗട്ട് ഉണ്ടാകാറുണ്ട് കുട്ടികൾക്ക്. അതായത് ഇവിടെ ഞാൻ നോക്കിയേ, ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എക്സ് എച്ച് കട്ട് ബൈ 2. ചിലപ്പോൾ ചില ടെക്സ്റ്റുകളിൽ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എക്സ് ഈസ് ഈക്വൽ ടു എച്ച് കട്ട് എന്ന് എടുക്കാറുണ്ട്. ശരിയാണ്. അപ്പൊ ഇതിനകത്ത് ഏത് ഫോർമുല ഉപയോഗിക്കണം എന്ന് ഒരു ഡൗട്ട് സാധാരണ തോന്നാറുണ്ട്. ഇതിനകത്ത് ഏത് ഫോർമുല, രണ്ടിൽ ഏത് ഫോർമുല ഉപയോഗിച്ചാലും നിങ്ങൾക്ക് അതിനകത്ത് ആൻസറിൽ തെറ്റുണ്ടാകുന്നില്ല. അതായത് ആൻസറിൽ തെറ്റുണ്ടാകുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ പവർ ആണ് ഇമ്പോർട്ടന്റ്. ഇപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ എച്ച് കട്ട് എന്ന് പറഞ്ഞ് ചെയ്താലും എച്ച് കട്ട് ബൈ 2 എന്ന് പറഞ്ഞ് ചെയ്താലും 2 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എ കോൺസ്റ്റന്റ് ആണ്. സോ ദ ഇമ്പോർട്ടൻസ് ഈസ് ആക്ച്വലി ഇൻ ദ പവർ ഓഫ് ദ ആൻസർ. ആൻസറിന്റെ പവർ, അതായത് 10⁻², എത്ര പവറിലാണ് ആൻസർ വരുന്നതിലാണ് ഇമ്പോർട്ടൻസ്. അത് മാറുന്നില്ല. സോ യു വിൽ ഗെറ്റ് ദ ഫുൾ ക്രെഡിറ്റ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിപ്പോ ഒരു എക്സാമിന് നിങ്ങൾ ഡെൽറ്റ എക്സിലോ ഡെൽറ്റ പി എക്സ് ഈക്വൽ ടു എച്ച് കട്ട് ബൈ 2 ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ എക്സാമിന് അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ അത് വെച്ച് ആ ഒരു ഫോർമുല ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ എച്ച് കട്ട് ബൈ 2ഉം വേറൊരു ക്വസ്റ്റ്യൻ എച്ച് കട്ടും വെച്ച് ചെയ്യാതെ ഒരേ ഫോർമുല വെച്ച് എല്ലാത്തിനും ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, ഏത് ഫോർമുല ഉപയോഗിച്ച് ചെയ്താലും നിങ്ങളുടെ ആ പവർ തെറ്റുന്നില്ലെങ്കിൽ യു വിൽ ഗെറ്റ് ദ ഫുൾ ക്രെഡിറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ്. അപ്പൊ ഇവിടെ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എക്സ് ഈസ് ഈക്വൽ ടു എച്ച് കട്ട് ബൈ 2. അതാണ് എന്താ ഇതിന്റെ ഫോർമുല. ഇത് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ ആണ്. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസർട്ടനിറ്റി ഇൻ ദ പൊസിഷൻ ആണ്. ഡെൽറ്റ പി എക്സ് ഈസ് ദ അൺസർട്ടനിറ്റി ഇൻ ദ മൊമെന്റം ആണ്. ഇത് എക്സ് എടുത്തുകൊണ്ടാണ് ഞാൻ അവിടെ പി എക്സ് കൊടുത്തിരിക്കുന്നത്. സപ്പോസ് ഇഫ് യു ആർ ടേക്കിംഗ് വൈ, നിങ്ങൾ വൈ കോർഡിനേറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഡെൽറ്റ വൈ ഇൻറ്റു ഡെൽറ്റ പി വൈ
equal to h cut by 2. അതുപോലെ തന്നെ സിമിലർലി ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു z, that is z direction also. ഞാൻ വീണ്ടും പറയുന്നില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് എന്താണ് പൊസിഷൻ മൊമെന്റം അൺസർട്ടനിറ്റി. ഇതാണ് അതിനകത്തൊരു മെയിൻ പോയിന്റ്. പക്ഷേ നമുക്കറിയാം ഫിസിക്സിൽ കോൺജുഗേറ്റ് ക്വാണ്ടിറ്റീസ്, അതായത് കോൺജുഗേറ്റ് ക്വാണ്ടിറ്റീസ് ആയിട്ട് പൊസിഷൻ മൊമെന്റം പോലെ തന്നെ വി ഹാവ് അനദർ കോൺജുഗേറ്റ് ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് എനർജി ആൻഡ് ടൈം. അപ്പൊ കോൺജുഗേറ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിനെല്ലാം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വാലിഡ് ആണ്. ഓക്കെ, സോ സിമിലർ to position and momentum we have another pair of conjugate quantity, so that is ആർക്കെങ്കിലും പറയാമോ ഏതൊക്കെയാ വേറെ രണ്ട് കോൺജുഗേറ്റ് ക്വാണ്ടിറ്റി പറയാമോ? that is energy and time, that is delta E into delta T. ഇതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h കട്ടോ അല്ലെങ്കിൽ h കട്ട് ബൈ 2 എഴുതാം. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഫോർമുലാസ് ആണ് അൺസർട്ടനിറ്റി റിലേഷനുമായിട്ട് അല്ലെങ്കിൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളുമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഒന്ന് പൊസിഷൻ മൊമെന്റം അൺസർട്ടനിറ്റി, രണ്ടാമത് എനർജി ടൈം അൺസർട്ടനിറ്റി. അതായത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു മെഷർ ബോത്ത് എനർജി ആൻഡ് ടൈം സൈമൾട്ടേനിയസ്ലി വിത്ത് 100% ആക്യുറസി എന്ന് പറയും. അതായത് 100% കൃത്യതയോടുകൂടി നിങ്ങൾക്ക് പൊസിഷനോ മൊമെന്റമോ ഒരേ സമയത്ത് മെഷർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ എനർജിയും ടൈമും. നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ മെഷറിംഗ് പൊസിഷൻ വിത്ത് 100% ആക്യുറസി, 100% കൃത്യതയോടുകൂടി നിങ്ങൾ ഡെൽറ്റ എക്സ് മെഷർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പി എക്സ് എന്ന് പറയുന്ന വാല്യൂവിനകത്ത് മാക്സിമം എറർ വരാൻ സാധ്യതയുണ്ട്. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ദാറ്റ് ഈസ് വൺ ഓഫ് ദ കൺസെപ്റ്റ് അസോസിയേറ്റഡ് വിത്ത് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ഓൺലി. ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ സച്ച് ആസ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ അങ്ങനെയുള്ള മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ആയിട്ട് റിലേറ്റ് ചെയ്ത് മാത്രമേ ഹൈസൻബർഗ് പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റുകയുള്ളൂ. അതായത് ക്ലാസിക്കൽ ഫിസിക്സിൽ ദർ ഇസ് നോ സ്കോപ്പ് ഫോർ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ജസ്റ്റ് അത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ആദ്യത്തെ കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് പ്രോബ്ലം എഴുതിക്കൊള്ളുക. ഫസ്റ്റ് പ്രോബ്ലം ആദ്യം ഞാനൊരു സിമ്പിൾ പ്രോബ്ലം പറയാം. So that is the problem is an electron has a speed of 500 meter per second with an accuracy of 0.04%. Okay, 0.04%. Question ആണ് calculate the certainty. Certainty means opposite of uncertainty ആണ്. Calculate the certainty with which we can locate the position of electron. Locate the position of electron. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ കുറച്ച് കൺസെപ്റ്റ് മനസ്സിലാക്കണം. അതായത് ഇത് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ഒരു ഇലക്ട്രോൺ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് മൂവിംഗ് വിത്ത് എ വെലോസിറ്റി 500 meter per second. അതിന്റെ ആ 500 meter per second എന്ന് പറഞ്ഞ വെലോസിറ്റി മെഷർ ചെയ്ത ആക്യുറസി 0.04% ആണ്. അതായത് മെഷർ ചെയ്യുമ്പോൾ എറർ ഉണ്ടായിട്ടുണ്ട്, അതാണ് തന്നിരിക്കുന്നത്. There is an error of measurement, that is it is of order of 0.04%. അങ്ങനെയാണെങ്കിൽ 0.04% ആക്യുറസിയിൽ ഒരു സ്പീഡ് ഓഫ് ഇലക്ട്രോൺ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇലക്ട്രോണിന്റെ പൊസിഷനിൽ എത്രത്തോളം എറർ ഉണ്ടാകാം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് എങ്ങും അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്നൊരു വേർഡ് യൂസ് ചെയ്തിട്ടില്ല. സോ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ അത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണ് എന്ന് മനസ്സിലാക്കി എടുക്കണം. കാരണം ഇവിടെ തന്നിരിക്കുന്ന സ്പീഡാണ്, ചോദിച്ചിരിക്കുന്ന പൊസിഷനാണ്. അപ്പൊ സ്പീഡ് എന്ന് പറയുന്നതിനെ നിങ്ങൾക്ക് അറിയാം, ഇറ്റ് ക്യാൻ ബി റിലേറ്റഡ് ടു മൊമെന്റം. മൊമെന്റം എന്ന് പറഞ്ഞാൽ P is equal to മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പം വെലോസിറ്റി അറിയാമെങ്കിൽ നമുക്ക് അതിനെ മൊമെന്റമായിട്ട്
കണക്ട് ചെയ്യാം ബിക്കോസ് യു നോ ദ മാസ് ഓഫ് ഇലക്ട്രോൺ. സോ അങ്ങനെയാണ് അത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളുമായിട്ട് റിലേറ്റ് ചെയ്തെടുക്കേണ്ടത്. ആ ക്വസ്റ്റ്യൻ അങ്ങനെയാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളുമായിട്ട് റിലേറ്റഡ് ആണ് എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഏതൊക്കെയാണ്? ഇവിടെ ഗിവൺ വാല്യൂസ് ആർ യു ഹാവ് ഗിവൺ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ഈസ് v is equal to എത്ര തന്നിട്ടുണ്ട്? 500 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു നമുക്ക് ഇലക്ട്രോണിന്റെ വെലോസിറ്റി വെച്ചല്ല നമുക്ക് ഫോർമുല എഴുതാൻ പറ്റുന്നത്. ദ ഫോർമുല ഈസ് p is equal to മൊമെന്റം ആണ് മാസ് ഇൻറ്റു വെലോസിറ്റി. ഇതാണ് തന്നിരിക്കുന്നത്. സോ മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പൊ നിങ്ങൾക്ക് അറിയാം മാസ് ഓഫ് ഇലക്ട്രോൺ എത്ര? വാട്ട് ഈസ് ദ മാസ് ഓഫ് ഇലക്ട്രോൺ? ദ മാസ് ഓഫ് ഇലക്ട്രോൺ ഈസ് 9.1 ഇൻറ്റു 10⁻⁻31 ആണ്. ഇൻറ്റു വെലോസിറ്റി ഈസ് 500 മീറ്റർ പെർ സെക്കൻഡ് ആണ്. So you will get this value as calculator multiply you will get the value as 4.55 into 10 raised to approximately it is 10 raised to minus 28. Okay, 10 raised to minus 28. Unit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പൊ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. സോ ദിസ് ഈസ് ദ മൊമെന്റം. അപ്പൊ ഇതാണ് മൊമെന്റത്തിന്റെ വാല്യൂ. ഓക്കെ, അപ്പൊ മൊമെന്റം അറിയാമെങ്കിൽ ഇനി ബാക്കി അടുത്ത സ്റ്റെപ്പ് എന്നതാണ് ക്വസ്റ്റ്യൻ. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് വെലോസിറ്റിക്ക് 0.04% ഓഫ് എറർ ഉണ്ടെന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പെർസെന്റേജ് എറർ എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം നമ്മുടെ പെർസെന്റേജ് എറർ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ +1 പഠിക്കുന്നതാണ്. നിങ്ങൾ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് എന്ന് പറഞ്ഞ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട് എങ്ങനെയാണ് പെർസെന്റേജ് ഓഫ് എറർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് അബ്സല്യൂട്ട് എറർ ഡെൽറ്റ പി ബൈ പി, അതായത് ഇതാണ് ശരിക്കും അബ്സല്യൂട്ട് എറർ ആണ്. ഡെൽറ്റ റിലേറ്റീവ് എറർ എന്ന് പറയും ഡെൽറ്റ പി ബൈ പി. അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് പെർസെന്റേജ് എറർ കിട്ടുന്നത്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അല്ലേ, കേൾക്കുന്നുണ്ടോ? ആ, അപ്പൊ പെർസെന്റേജ് എറർ കണ്ടുപിടിക്കുന്നത് പി മൊമെന്റം ആണ്. ഒരു ക്വാണ്ടിറ്റിയുടെ പെർസെന്റേജ് എറർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ റിലേറ്റീവ് എററിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഡെൽറ്റ പി എന്ന് വെച്ചാൽ അബ്സല്യൂട്ട് എറർ ആണ്. പി എന്ന് വെച്ചാൽ അതിന്റെ ഒറിജിനൽ വാല്യൂ ആണ്. So delta p by p is the relative error which is multiplied with 100 is the actually it is giving the percentage error. So this is equal to ഈ percentage error എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is approximately equal to ഇവർ തന്നിട്ടുണ്ട് that is 0.04. ഇതാണ് എന്റെ ശതമാനം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോർമുല നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ you can find out delta p from this equation. ഇതിൽ നിന്ന് നിങ്ങൾക്ക് delta p കണ്ടുപിടിക്കാൻ പറ്റും. So delta p is equal to എത്ര കിട്ടും? 0.04 into p by 100. അല്ലേ? This is p by 100. ഇതിനകത്ത് എല്ലാ ക്വാണ്ടിറ്റീസ് ഇപ്പൊ അറിയാം. So this is equal to 0.04 into p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റം ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. റിയൽ വാല്യൂ ദാറ്റ് ഈസ് 4.55 into 10⁻⁻28 divided by 100. ഓക്കെ, ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിലോ അല്ലെങ്കിൽ അല്ലാതെ നിങ്ങൾ എങ്ങനെയെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 182.2 into പവർ ചെക്ക് ചെയ്തോളുക 10 raised to approximately it is equal to 10 raised to minus 34. Yes, 34 ആണ്. ചെക്ക് ചെയ്തോളുക. 34 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഏകദേശം 182.2 10 raised to minus 34 കിലോഗ്രാം എന്ന് കിട്ടും. അപ്പൊ ഇനി നോക്കിയേ, ഡെൽറ്റ പി കിട്ടി. സോ യു നീഡ് ടു ഫൈൻഡ് ഡെൽറ്റ എക്സ്. ഏത് ഫോർമുല എഴുതണം? ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി വിച്ച് ഈസ് ഈക്വൽ ടു, ഞാനിപ്പോ ഇവിടെ യൂസ് ചെയ്യുന്നത് എച്ച് കട്ട് ആണ്. എച്ച് കട്ട് ബൈ 2 എടുക്കുന്നില്ല, എച്ച് കട്ട് എടുക്കുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു എച്ച് കട്ട്. സോ യു നോ ഡെൽറ്റ പി. സോ ദെയർഫോർ ഡെൽറ്റ എക്സ് ഈക്വൽ ടു എച്ച് കട്ട് ബൈ ഡെൽറ്റ പി. ഓക്കെ, എച്ച് കട്ടിന്റെ വാല്യൂ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എച്ച് കട്ട് എന്താ? വാട്ട് ഈസ് എച്ച് കട്ട്? യെസ്, എച്ച് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എച്ച് കട്ട് ഈസ് ഈക്വൽ ടു എച്ച് ബൈ 2 ആണ്. എച്ചിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് 6.6 into 10⁻⁻34 ആണ്. അതിനെ ബൈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ യു ആർ ഗെറ്റിംഗ് ദ വാല്യൂ. അതും കൂടെ ഓർത്തിരിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.055 into 10⁻⁻34 ആണ്. അപ്പൊ എച്ചിന്റെ വാല്യൂ ഓർത്തിരിക്കുന്ന പോലെ എച്ച് കട്ട് ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. That is 1.055 into 10⁻⁻34 divided by നേരത്തെ കിട്ടിയ ഡെൽറ്റ പിയുടെ വാല്യൂ. ഓക്കെ, 10⁻⁻34. So the answer is equal to എത്ര കിട്ടും? 0.005
0.0058 മീറ്റർ എന്ന് കിട്ടും. മനസ്സിലായോ? 0.0058 മീറ്റർ എന്ന് കിട്ടും. ഇവിടുത്തെ ഈ പോയിന്റ് ഉണ്ട്, ഇത് കണ്ടോ, ഇതിൽ ശരിക്കും ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, പൊസിഷനിൽ ഉണ്ടാകുന്ന അൺസർട്ടനിറ്റി ആണ് ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് 58 into 10⁻² എന്ന് പറയാം. അതായത് ഇത് ഇങ്ങനെ എഴുതാന്ന് ഞാൻ പറയാം, 58 into 10⁻² എന്ന് എഴുതിയാൽ ആൻസർ ആണ്. മനസ്സിലായോ? 58 into 10⁻². ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ h⁻2 എടുത്തിരുന്നെങ്കിൽ ഇവിടെ എന്ത് സംഭവിച്ചാണ്, ഈ 58/2 വന്നേനെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു 29 വന്നേ, 29 into 10⁻². പവർ വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടുത്തെ ആ പവറിനാണ് കാര്യം ഇരിക്കുന്നത്. So there is an uncertainty of 10⁻² order. മനസ്സിലായോ? അപ്പൊ ഇത്രയാണ് അൺസർട്ടനിറ്റി. ഇന്നത്തെ ഡൗട്ട് ഉണ്ടോ ഈ ക്വസ്റ്റിനിൽ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിലും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. സാധാരണ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണിത്. മനസ്സിലായോ? ഇതിപ്പോ ഞാൻ പൊസിഷൻ മൊമെന്റം വെച്ച് എഴുതിയിരിക്കുന്നത്, ഇങ്ങനെ എന്ത് വേണമെങ്കിലും ചോദിക്കാം. അതായത് പെർസെന്റേജ് എറർ കണ്ടുപിടിക്കുന്നത് റിലേറ്റീവ് എററിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ കറക്റ്റ് ആയിട്ട് ഡെൽറ്റ പി മെഷർ ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ. ഓക്കെ, ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ അതിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ? ഹലോ, കേൾക്കുന്നുണ്ടോ? കുട്ടികളെ കേൾക്കുന്നുണ്ടോ? ഡൗട്ട് ഉണ്ടോ അതിനകത്ത്? എന്തെങ്കിലും ഡൗട്ട്സ് ഏതെങ്കിലും ഉണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യനും അൺസർട്ടനിറ്റി റിലേറ്റഡ് ആണ്. അത് അടുത്ത് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് എനർജി അതുപോലെ തന്നെ ടൈം. എനർജിയും ടൈമും റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്ത് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, that is question number 2. The average lifetime of an excited atomic state. Excited atomic state is 10⁻⁹ second. 10⁻⁻9 ആണ്. 10⁻⁹ second. If the spectral line associated with the decay of this state is 6000 Armstrong. Okay, question ആണ്, estimate the width of the light. ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്തും അൺസർട്ടനിറ്റി റിലേറ്റഡ് ആണ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ അത് വായിക്കുമ്പോൾ മനസ്സിലാക്കി എടുക്കണം. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ദാറ്റ് ഈസ് ആവറേജ് ലൈഫ് ടൈം ഓഫ് ആൻ എക്സൈറ്റഡ് ആറ്റോമിക് സ്റ്റേറ്റ്. നിങ്ങൾക്ക് അറിയാം, ആറ്റോമിക് സ്റ്റേറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ മാത്രമല്ല, ഇറ്റ് ക്യാൻ എക്സിസ്റ്റ് ഇൻ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓൾസോ. ഒക്കെ അവർ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്നത് ആറ്റോമിക് സ്റ്റേറ്റ് ആണ്. അതിന്റെ എനർജി ആ സ്റ്റേറ്റിൽ അത് എത്ര നേരം ഇരിക്കും എന്നുള്ളതാണ് അതിന്റെ ലൈഫ് ടൈം. അതിനകത്തുള്ള uncertainty, that is delta t, it is given as എത്രയാണ്, 10⁻⁻9 second. 10⁻⁻9 second ആണ് ഡെൽറ്റ ടി തന്നിരിക്കുന്നത്. ഇനി ഡെൽറ്റ ടി തന്നപ്പോൾ സ്വാഭാവികമായിട്ടും തരേണ്ടത് ഡെൽറ്റ ഇ, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറയേണ്ടത് ഡെൽറ്റ ഇ ആണ്. പക്ഷെ ഡെൽറ്റ ഇ തന്നിട്ടില്ല. അതിന് പകരം അവർ തന്നിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ ദിസ് ഈസ് ആക്ച്വലി ഗിവൺ ആസ് എന്താണ്, the spectral line associated with the decay of
എന്താണ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6000 ആംസ്ട്രോങ് ആണ്. ആ സ്റ്റേറ്റിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന സ്പെക്ട്രൽ ലൈനിന്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട് 6000 ആംസ്ട്രോങ് തന്നിട്ടുണ്ട്. സോ ശരിക്കും തന്നിരിക്കുന്നത് വേവ് ലെങ്ത് ആണ്. So wavelength is actually given as lambda, which is equal to lambda is equal to 6000 Armstrong. Okay, നിങ്ങൾക്കറിയാം ആംസ്ട്രോങ്ങിനെ നിങ്ങൾക്കറിയാം കൺവേർട്ട് ചെയ്യുമ്പോൾ 6000 into 10⁻⁻10 മീറ്റർ. സോ ദിസ് ഈസ് ദ കൺവേർഷൻ. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണ്ടത് എനർജി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എനർജി കണ്ടുപിടിക്കുക എന്നുള്ളത്, കാരണം നമ്മുടെ ചോദിച്ചിരിക്കുന്ന എനർജി അല്ല ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ ചോദിച്ചിരിക്കുന്ന വിഡ്ത്ത് ഓഫ് ദ ലൈൻ ആണ്. അപ്പൊ വിഡ്ത്ത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത്രേ ഉള്ളൂ. 2 ലെവലുണ്ട് എനർജി ലെവല്. ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ദിസ് ഈസ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണെന്ന് വിചാരിക്കുക. എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഇവിടുന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റ് ചെയ്ത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് ഈ ആറ്റം തിരിച്ച് ഇങ്ങോട്ട് പോരും. ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ പോരും. ആ ടൈം പീരീഡ് ആണ് 10⁻⁻9 തന്നിരിക്കുന്നത്. ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് എന്ത് ചെയ്യും? ഈ എനർജി ഡിഫറൻസിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു എനർജി എമിറ്റ് ചെയ്യും. മനസ്സിലായോ? ആ എനർജി എമിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എത്രയാണ്? 6000 ആംസ്ട്രോങ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എനർജിക്കുള്ള ഇക്വേഷൻ, സോ ഇ ഈസ് ഈക്വൽ ടു, നിങ്ങൾക്കറിയാം ക്വാണ്ടം മെക്കാനിക്സിലെ എനർജി ഇക്വേഷൻ എന്താണ്? പ്ലാങ്ക്സ് എനർജി, പ്ലാങ്ക്സ് ഇക്വേഷൻ വെച്ച് എനർജി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇ ഈസ് ഈക്വൽ ടു യെസ്, E is equal to h nu. h nu എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h into nu is equal to c by lambda ആണ്. കാരണം നമുക്ക് വേവ് ലെങ്തിന്റെ ടേംസ് മാറണം. സോ ദാറ്റ് ഈസ് h is equal to c by lambda. സോ h is equal to c by lambda. ഇനി ഇവിടെ ശ്രദ്ധിക്കണം, നമുക്ക് തന്നിരിക്കുന്ന വിഡ്ത്ത് ഓഫ് ദ സ്പെക്ട്രൽ ലൈൻ ആണ് വേണ്ടത്. ഇനി ഞാൻ പറയുന്നത് ഓർത്തിരിക്കണം, വിഡ്ത്ത് ഓഫ് ദ സ്പെക്ട്രൽ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പെക്ട്രൽ ലൈന് ഒരു പർട്ടിക്കുലർ സ്പ്രെഡ് കാണും. നിങ്ങളത് പഠിക്കും, വലിയ ഹയർ ക്ലാസ്സിൽ പഠിക്കും. ഈ സ്പെക്ട്രൽ ലൈൻ ഉണ്ടാകുന്ന ഒരു സ്പ്രെഡ് ആണ്. സ്പ്രെഡ് മീൻസ് ഇത് ഒരു സിംഗിൾ വേവ് ലെങ്ത് ആയിരിക്കത്തില്ല, ഒരു ചെറിയ വ്യത്യാസം. ഫോർ എക്സാമ്പിൾ, ലാംഡ ആണ് ഒറിജിനൽ വേവ് എങ്കിൽ ഈ ലാംഡയുടെ കൂടെ ഒരു ചെറിയ ഷിഫ്റ്റ്, ദാറ്റ് ഈസ് ലാംഡ പ്ലസ് ഡെൽറ്റ ലാംഡ എന്നൊരു വാല്യൂ കൂടെ ചേർന്നായിരിക്കും ഇതിന്റെ വേവ് ലെങ്ത് വരുന്നത്. അപ്പൊ ഈ ഡെൽറ്റ ലാംഡ എത്രത്തോളം ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു അതാണ് അതിന്റെ സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് ലാംഡ എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ആക്ച്വൽ വേവ് ലെങ്ത് ആണ്. പക്ഷെ ആക്ച്വൽ വേവ് ലെങ്തിന്റെ കൂടെ ഒരു ചെറിയ സ്പ്രെഡ് ഉണ്ട്, ദാറ്റ് ഈസ് ഡെൽറ്റ ലാംഡ. സോ ദിസ് ഡെൽറ്റ ലാംഡ ഈസ് ട്രീറ്റഡ് ആസ് ദ വിഡ്ത്ത് ഓഫ് ദ സ്പെക്ട്രൽ ലൈൻ. അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെ വിഡ്ത്ത് കണ്ടുപിടിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ചെയ്താൽ മതി. ഇതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി, ദാറ്റ് ഈസ് ഡെൽറ്റ ഇ. ഇയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡെൽറ്റ ഇ വരും. എച്ച് കോൺസ്റ്റന്റ് ആണ്, സി കോൺസ്റ്റന്റ് ആണ്. 1/λ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എത്ര വരും പറയാമോ? -1/λ² ഇൻറ്റു ഡെൽറ്റ. ശരിയാണോ? അതായത് 1/xന്റെ 1/xനെ നിങ്ങൾ എങ്ങനെ ഡെറിവേറ്റീവ് എടുക്കുന്നത്? എക്സിനെ x⁻⁻1 എന്ന് പറയാം. സോ ദിസ് ഈസ് ഈക്വൽ ടു -1 ഇൻറ്റു x⁻⁻1 സോ ദിസ് ഈസ് ഈക്വൽ ടു -1 x². ഇങ്ങനെയല്ലേ ഡെറിവേറ്റീവ് എടുക്കാറുള്ളത് അല്ലേ? അപ്പൊ എക്സിന്റെ പ്ലേസിൽ ഇവിടെ ലാംഡയാന്ന് കരുതിയാൽ മതി. സോ യു വിൽ ഗെറ്റ് എത്ര കിട്ടും? മൈനസ് ഞാനിവിടെ ഇഗ്നോർ ചെയ്യുവാണ്, കാരണം എനർജിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ മൈനസ് മാറ്റി മോഡുലസ് എടുക്കുവാണ്. സോ ഐ ആം ഗെറ്റിംഗ് എത്ര കിട്ടും? ബൈ λ². എക്സിന് വരെ λ² വരും. പക്ഷെ ലാംഡയുടെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം വേണം. അതുകൊണ്ട് ഡെൽറ്റ ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ ഡെൽറ്റ ഇ കൊടുത്തു. ഈ 1/λ ഡെറിവേറ്റീവ് ആണ് ഡെൽറ്റ ലാംഡ ബൈ λ². സോ ഇതിനകത്ത് ഈ ഡെൽറ്റ ലാംഡയാണ് നമ്മുടെ സ്പ്രെഡ് എന്ന് പറയുന്ന. മനസ്സിലായല്ലോ? അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഇവിടെ ഡെൽറ്റ ഇ എന്ന് പറയുന്ന കാര്യം നമ്മളിപ്പോ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി ഇത് എന്ത് ചെയ്യണം? സോ ദിസ് ഈസ് സപ്പോസ് ഇതാണ് എന്റെ ഇക്വേഷൻ 1 എന്ന് വിചാരിക്കുക. ഡെൽറ്റ ഇ ആണ് ഇക്വേഷൻ 1. ഞാൻ ഇനി അടുത്ത് എന്ത് ചെയ്യും? അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ദാറ്റ് ഈസ് ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു എത്ര എഴുതി? h എഴുതി, അല്ലെങ്കിൽ h/2 എഴുതി. h ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? ഡെൽറ്റ ഇക്ക് വരെ ഇക്വേഷൻ കൊടുക്കണം. ഇപ്പൊ നമ്മൾ എഴുതിയ ഡെൽറ്റ ഇ നമ്മൾ ഇക്വേഷൻ 1ൽ നമ്മൾ ഡെൽറ്റ ഇ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് hc/λ² ഇൻറ്റു ഡെൽറ്റ ലാംഡ ഇൻറ്റു ഡെൽറ്റ ടി
ഈസ് ഈക്വൽ ടു എച്ച് കട്ട്. നമുക്ക് വേണ്ട ഡെൽറ്റ ലാംഡയാണ്. അപ്പൊ ഡെൽറ്റ ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് കട്ട് ഇൻറ്റു ലാംഡ സ്ക്വയർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പുറത്ത് വരുമ്പോൾ ആരെയൊക്കെ വന്ന് ഡിവൈഡ് ചെയ്യണം പറഞ്ഞേ, ആരെയെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഡെൽറ്റ ടിയും ആ യെസ്, ദാറ്റ് ഈസ് എച്ച്, സോറി ഇവിടെ എച്ച് ലാംഡ സ്ക്വയർ ആണ്. എച്ച് ലാംഡ സ്ക്വയർ, എച്ച് കട്ട് ലാംഡ സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് സി ഇൻറ്റു ഡെൽറ്റ ടി. ഇത്ര ടേം വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് എച്ച് കട്ട് എന്ന് പറഞ്ഞ ടേം എത്രയാണ്? എച്ച് കട്ട് ഈസ് ആക്ച്വലി എച്ച് ബൈ 2 ആണ് എച്ച് കട്ട്. സോ ദിസ് ഈസ് ലാംഡ സ്ക്വയർ ബൈ എച്ച് സി ഇൻറ്റു ഡെൽറ്റ ടി. ഈ എച്ചും ഈ എച്ചും ക്യാൻസൽ ചെയ്ത് കളയാം. സോ ദിസ് ഈസ് ഈക്വൽ ടു ലാംഡയുടെ വാല്യൂ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 6000 ആംസ്ട്രോങ് ആണ്. അതിന്റെ സ്ക്വയർ എടുക്കണം, പിന്നെ ബൈ 2 താഴോട്ട് വരും. സിയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാം 3 × 10⁸ ആണ്. അതുപോലെ ഡെൽറ്റ ടിയുടെ വാല്യൂ അവർ തന്നിട്ടുണ്ട്. എത്ര ഡെൽറ്റ ടിയുടെ വാല്യൂ തന്നിരിക്കുന്നത്? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁹. ഓക്കെ, എത്ര കിട്ടും? ഇത് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 1.9 ഇൻറ്റു 10⁻, പവർ ഇമ്പോർട്ടന്റ് ആണ്, 10⁻⁻13 മീറ്റർ ആണ് സ്പ്രെഡ് ഓഫ് ദ വേവ് ലെങ്ത്. അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേവ് ലെങ്ത് ഇത്രയും വേവ് ലെങ്തും കൂടെ ചേർന്നാണ് സ്പ്രെഡ് ചെയ്താണ് കിടക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ സ്പ്രെഡ് ഓഫ് ദ വേവ് ലെങ്ത്. സോ ഇറ്റ് ഈസ് ആക്ച്വലി ഇവാലുവേറ്റഡ് യൂസിങ് എന്താണ്? അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇവിടെ നിങ്ങൾ ഇത്രയും കാര്യം ആലോചിച്ചാൽ മതി. എനർജിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ വെച്ച് ധൈര്യമായിട്ട് കണ്ടുപിടിക്കാം. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എനർജി അല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, സ്പ്രെഡ് ഓഫ് ദ വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ നിങ്ങൾ ഡെൽറ്റ ഇ എ ഡെൽറ്റ ലാംഡയുടെ ടേംസിലോട്ട് മാറ്റണം. അതാണ് ഇക്വേഷൻ 1. എന്നിട്ട് വേണം ചെയ്യാൻ. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. സോ അതൊരു വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള. പറഞ്ഞോളൂ. ഈ എച്ച് കട്ട് എന്ന് പറയുന്നത് h/2π അല്ലേ? h/2π. സോറി, ഞാൻ 2π വിട്ടുപോയി. സോറി, അതായത് എച്ച് കട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ 2π കൂടെ വരും കേട്ടോ. h/2π, സോറി അതിന് വിട്ടുപോയതാണ്. എച്ച് കട്ട് ഈസ് ഈക്വൽ ടു h/2π ആണ്. അപ്പൊ ഇവിടെ ഈ 2 ന്റെ കൂടെ ആരും കൂടെ വരും 3.4 വരും, ശരിയല്ലേ? 3.14 വരും. ആൻസർ മാറുന്നില്ല, അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, കറക്റ്റാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇങ്ങോട്ട് ബോർഡിലോട്ട് എഴുതിയപ്പോൾ തെറ്റിയതാണ്. സോ ദാറ്റ് ഈസ് 2 × 3.14 ആണ്. അപ്പൊ ഈ ആൻസർ തന്നെ ആയിരിക്കും. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 1.9 × 10⁻⁻34. അപ്പൊ എച്ച് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മിസ്റ്റേക്ക് വന്നതാണ്. എച്ച് കട്ട് ഈസ് ആക്ച്വലി h/2π ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതിന് സംശയം എന്തെങ്കിലും ഉണ്ടോ? അത് സംശയം ഉണ്ടോ? ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. Okay, sir. ഓക്കെ, സോ ദ തേർഡ് ക്വസ്റ്റ്യൻ ഈസ്, അതും അൺസർട്ടനിറ്റി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം നിങ്ങൾ ഈ പറഞ്ഞ ന്യൂക്ലിയർ ഫിസിക്സ്, അതായത് 6th സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഒരു പേപ്പർ ഉണ്ട്, ന്യൂക്ലിയർ ഫിസിക്സ്, ന്യൂക്ലിയർ പാർട്ടിക്കിൾ ആൻഡ് ആസ്ട്രോഫിസിക്സ്. അതിനകത്തും ഈ ഒരു കൺസെപ്റ്റ് വരുന്നതാണ്. കാരണം നിങ്ങൾ ന്യൂക്ലിയറിന്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ, ന്യൂക്ലിയർ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇൻസൈഡ് ദ ന്യൂക്ലിയസ് യു ഹാവ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. There is no electron inside the nucleus. ന്യൂക്ലിയസിനുള്ളിൽ ഇലക്ട്രോൺ ഇല്ല. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് ന്യൂക്ലിയസിനുള്ളിൽ ഇലക്ട്രോൺ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിന്റെ സഹായത്തോടുകൂടി പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ആ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ യൂസിങ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ,
ഹലോ, കേൾക്കുന്നുണ്ടോ? ഇടയിൽ കട്ടായി പോയല്ലേ? ആ സാർ ശബ്ദം കുറച്ച് കുറവാണ്. ആണോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ. കേൾക്കാം സർ. ഓക്കെ ഓക്കെ ഓക്കെ. അതായത് സ്ക്രീൻ കാണുന്നുണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ. ഇപ്പൊ കാണുന്നുണ്ടോ? കാണാം സർ. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞ ഇത്രേ ഉള്ളൂ. യൂസിങ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പ്രൂവ് ദാറ്റ് ആൻ ഇലക്ട്രോൺ കനോട്ട് റിസൈഡ് ഇൻ ദ ന്യൂക്ലിയസ്. അപ്പൊ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം എടുക്കുന്ന കൺസെപ്റ്റ് ഇതാണ്. സപ്പോസ് ദ ഇലക്ട്രോൺ ഈസ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. ഇലക്ട്രോൺ ന്യൂക്ലിയസിനുള്ളിലാണെന്ന് നമ്മളൊന്ന് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് അങ്ങനെയാണെങ്കിൽ ഇതിന് മൂവ് ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസ്, സപ്പോസ് ഇഫ് ഇലക്ട്രോൺ ഈസ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ഇറ്റ് ക്യാൻ ഓൺലി മൂവ് അപ് ടു എ ഡിസ്റ്റൻസ് ഓഫ് r0 റേഡിയസ്. ഒന്നെങ്കിൽ r0 റേഡിയസിലേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. രണ്ട് ഡയറക്ഷൻ ഉണ്ട്. അപ്പൊ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര വരും? 2r0. So the limit of the movement of the electron inside the nucleus is 2r0. മനസ്സിലായി? where r0 is the radius. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. r0 is the radius of the nucleus. Okay. So this is of the order of എത്രയാണ് റേഡിയസിന്റെ, ആ ന്യൂക്ലിയസിന്റെ റേഡിയസിന്റെ ഓർഡർ എത്രയാണ്? Is of the order of 10⁻⁻⁻15 മീറ്റർ. ക്ലിയർ ആണോ? അതായത് നിങ്ങൾ ന്യൂക്ലിയർ ഫിസിക്സിലൊക്കെ പഠിക്കുന്നതാണ്. ദാറ്റ് ഈസ് r0 = 10⁻⁻15 മീറ്റർ. ഒരു 1 ഫെർമി എന്ന് പറയും അതിനെ. ന്യൂക്ലിയസിന്റെ സൈസ് ആണ് 10⁻⁻15. അത് അറിഞ്ഞിരിക്കണം, എന്നാലും ഇത് ചെയ്യാൻ പറ്റുള്ളൂ. സോ റേഡിയസ് ഈസ് ഗിവൺ, അല്ലെങ്കിൽ തരണമെന്നില്ല, നിങ്ങൾ അറിഞ്ഞിരിക്കണം 10⁻⁻15 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നമ്മുടെ ഫോർമുല അൺസർട്ടനിറ്റി വെച്ചാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും? Δx × Δp is equal to h cut ഫോർമുല എഴുതി. ഇവിടെ ഈ Δx പകരം നമുക്ക് തന്നിട്ടുണ്ട് അൺസർട്ടനിറ്റി തന്നിട്ടുണ്ട്, അതായത് മൂവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഡിസ്റ്റൻസ് ആണ്. അപ്പൊ Δp is equal to h cut by Δx എന്ന് എഴുതാം. ഇലക്ട്രോണിന്റെ കേസിൽ അത് ന്യൂക്ലിയസിനുള്ളിലാണെങ്കിൽ അതിന് മാക്സിമം മൂവ് ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസ് നമ്മളിപ്പോ അസ്യൂം ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 2r0. ഇത്ര എഴുതിയതിനകത്ത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഹലോ ഹലോ. So this is equal to h cut ന് പകരം നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസ്റ്റന്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. So that is 1.055 into 10⁻⁻34 divided by 2 multiplied by r0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ച നമ്മൾ പറഞ്ഞായിരുന്നു 2 into 10⁻⁻15. So you will get the answer as approximately equal to, നിങ്ങൾക്ക് മൊമെന്റത്തിന്റെ വാല്യൂ കിട്ടും. You will get the answer as 5. നിങ്ങൾ കാൽക്കുലേറ്റർ ആണ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിപ്പോ റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്താണ്. So that is 5.28 into 10⁻⁻21 ആണ് പവർ, യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, so that is 5.28 into 10⁻⁻21 എന്ന് പറയുന്നതാണ് Δp. അപ്പൊ നിങ്ങൾക്ക് മൊമെന്റം കിട്ടി. ഇത് എന്തിന്റെ മൊമെന്റാ കണ്ടുപിടിച്ചിരിക്കുന്നത്? ആർക്കെങ്കിലും പറയാമോ? സോ വാട്ട് ഈസ് ദിസ് മൊമെന്റം? ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്ന മൊമെന്റ് ആരുടെയാണ്? ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന മൊമെന്റ് ആരുടെ, എന്തിന്റെ മൊമെന്റ് ആണ്? പറയാവോ? കേൾക്കുന്നില്ലേ? ഇലക്ട്രോണിന്റെ മൊമെന്റം. ഇലക്ട്രോൺ എവിടെ എക്സിസ്റ്റ് ചെയ്യുമ്പോഴുള്ള മൊമെന്റം ആണ്. ഇഫ് ഇറ്റ് ഈസ് എക്സിസ്റ്റിംഗ്, യെസ്, ഇഫ് ന്യൂക്ലിയസിനുള്ളിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഉള്ള മൊമെന്റം ആണ്. ഓക്കെ, അപ്പൊ മൊമെന്റം കിട്ടിയ സ്ഥിതിക്ക് യു ക്യാൻ ഫൈൻഡ് ദ എനർജി. സോ എനർജി ഓഫ് ദ ഇലക്ട്രോൺ ഇഫ് ഇറ്റ് ഈസ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ്, ദിസ് ഈസ് ഈക്വൽ ടു, നിങ്ങൾക്ക് അറിയാം, p²/2m. കൈനറ്റിക് എനർജി ആണ്. ദാറ്റ് ഈസ് p²/2m. p ഇപ്പൊ കണ്ടുപിടിച്ചു. സോ ആ വാല്യൂ കൊടുക്കുക. ദാറ്റ് ഈസ് 5.28 into
10 raised to minus 21 divided by 2 into mass of electron എത്രയാണ് 9.1 into 10 raised to minus 31. അതെന്താ Okay. മാറ്റാൻ? കേട്ടില്ല? ഹലോ, സംശയമുണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഹലോ. So that is 5.28 into 10 raised to minus 21, 2 into 9.1. P square അല്ലേ തന്നെ? Sorry, p square. So that is p square ആണ്. ഇവിടെ 5.28 into 10 raised to minus 21 square ആണ്. ശരിയാണ്, എഴുതി വെപ്പോൾ തെറ്റിയതാണ്. That is p square by 2m ആണ്. p യുടെ സ്ക്വയർ വേണം. That is 5.28 into 10 raised to minus 21 the whole square by 2 into 9.1 into 10 raised to minus 31. So this is approximately equal to, you are getting the energy 1.53 into 10 raised to minus 11 joule. ജൂളിലാണ് കിട്ടുന്നത്. കാരണം ഇപ്പൊ നമ്മൾ ചെയ്ത എല്ലാ SI യൂണിറ്റിലാണ്, ജൂളിലാണ് കിട്ടുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിന്റെ എനർജി ജൂളിൽ എഴുതുന്നതിനേക്കാളും സ്യൂട്ടബിൾ ആണ് ഇലക്ട്രോൺ വോൾട്ടിലോട്ട് എഴുതുന്നത്. അപ്പൊ ഇതിനെ എനിക്ക് വേണമെങ്കിൽ ഇലക്ട്രോൺ വോൾട്ടിലോട്ട് മാറ്റാം. അതായത് നിങ്ങൾക്ക് അറിയാം 1.53 into 10 raised to minus 11 1.6 into 10 raised to minus 19 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ it can be converted into electron volt. So this is approximately equal to 95.6, 95.6 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടി. അതായത് if electron is situated inside the nucleus, the energy, that is the kinetic energy of the electron should be 95.6 MeV. ഇലക്ട്രോൺ ന്യൂക്ലിയസിനുള്ളിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ അതിനകത്ത് സിറ്റുവേറ്റ് ചെയ്യുമ്പോൾ അതിനുള്ള കൈനറ്റിക് എനർജി 95.6 MeV ആയിരിക്കണം. സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല സാർ, സംശയം. ഓക്കെ, അപ്പം ഇത്ര നമ്മൾ സ്റ്റേജ് കഴിഞ്ഞു. ഇനി നമ്മൾ ജസ്റ്റ് എക്സ്പെരിമെന്റ് റിസൾട്ട്, അതിപ്പോ ഫോർ എക്സാമ്പിൾ ന്യൂക്ലിയസ് ഉണ്ട്, അതിനകത്ത് ശരിക്കും ഇലക്ട്രോൺ ഇല്ല, ന്യൂട്രോണും പ്രോട്ടോണും മാത്രമേ ഉള്ളൂ. നിങ്ങൾ ബീറ്റ ഡി കെ എന്നൊരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഈ സെമസ്റ്ററിൽ 6th സെമസ്റ്ററിൽ ന്യൂക്ലിയർ ഫിസിക്സ് പഠിക്കേണ്ടതാണ്. ബീറ്റ ഡി കെയിൽ സംഭവിക്കുന്നത് ന്യൂട്രോൺ ഒരു പ്രോട്ടോണും ഇലക്ട്രോണുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. എന്നിട്ട് ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ന്യൂക്ലിയസിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി പോകും. അതാണ് ചെയ്യുന്നത്. അതായത് ഇലക്ട്രോൺ ന്യൂക്ലിയസിനുള്ളിൽ സിറ്റുവേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഡ്യൂറിംഗ് ബീറ്റ ഡി കെ ദ ന്യൂട്രോൺ ഈസ് കൺവേർട്ടഡ് ഇൻ ടു പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ. Proton situated inside the nucleus, but electron is എന്താണ് actually emitting outside. സാരല്ല, 3 എഴുതി കോച്ച്. 2 പഠിച്ചില്ലേ? 3 എഴുതി. Okay, so that is the proton is emitting outside nucleus together with the electron. ഇതിനാണ് ബീറ്റ ഡി കെ എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചോളും കേട്ടോ. ബീറ്റ ഡി കെ, ഇതിന്റെ കൂടെ ശരിക്കും ഒരു ആന്റി ന്യൂട്രിനോ ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിക്കും. സോ ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ബീറ്റ ഡി കെ. ഈ ബീറ്റ ഡി കെയിൽ പുറത്ത് വരുന്ന ഇലക്ട്രോണിന്റെ എനർജി നമുക്ക് എക്സ്പെരിമെന്റലി മെഷർ ചെയ്തെടുക്കാൻ പറ്റും. സോ ഡ്യൂറിംഗ് ബീറ്റ ഡി കെ the electron is emitting from the nucleus. The energy of the electron is measured of the order of, that is energy emitted during beta decay ഇവിടെ ഒരു കാര്യം ഇവിടെ ചേർത്തോളുക. എനർജി എമിറ്റഡ് അല്ല, എനർജി ഓഫ് ഇലക്ട്രോൺ കേട്ടോ. എനർജി ഓഫ് ഇലക്ട്രോൺ എമിറ്റഡ് ഡ്യൂറിംഗ് ബീറ്റ ഡീകെ ഈസ് ഓഫ് ഫ്യൂ MeV, വളരെ കുറച്ച് MeV, അത് 1 to 3 MeV എനർജിയിൽ മാത്രമാണ് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നത്. 1 to 3 MeV മാത്രമാണ് ഇത് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എത്ര എനർജിയാണ്? 95.6 MeV ആണ്. സോ റിയൽ കേസിൽ ഫ്യൂ MeV മാത്രമേ ഇലക്ട്രോണിന് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ 95.6 MeV എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വെരി വെരി ഹ്യൂജ് വാല്യൂ ഓഫ് എനർജി. So you can conclude that electron cannot exist inside the nucleus because the measured energy is found to be
95.6 MeV. But in actual case, the electron emitted from the nucleus only have a few MeV of energy. Okay, so comparing these two energies, you can conclude that electron cannot exist inside the nucleus. മനസ്സിലായോ? അങ്ങനെയാണ് അതിനകത്തോട്ട് നമ്മൾ ആ ഒരു അസംഷനിലോട്ട് എത്തിച്ചേരുന്നത്. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് എന്താണ് എന്റെ ഇമ്പോർട്ടൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ന്യൂക്ലിയസിനുള്ളിൽ ഇരിക്കുന്നില്ല എന്നുള്ളത് ഒരു മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ അൺസർട്ടനിറ്റി റിലേഷൻ ഉപയോഗിച്ചുകൊണ്ട്. രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, റേഡിയസ് ഓഫ് ദ ന്യൂക്ലിയസ് അറിഞ്ഞിരിക്കണം. അത് ഉപയോഗിച്ചുകൊണ്ട് മൊമെന്റം കണ്ടുപിടിക്കും. ആ മൊമെന്റം ഉപയോഗിച്ചുകൊണ്ട് എനർജി കണ്ടുപിടിക്കും. എനർജി വളരെ കൂടുതലായതുകൊണ്ട് ഇലക്ട്രോൺ അത് ഒരിക്കലും ഒക്യുപ്പൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആൻസർ ആയി. ഓക്കെ, സംശയമുണ്ടോ ആ ക്വസ്റ്റ്യനിൽ? ഇല്ല സാർ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു നമുക്ക് ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് വേറൊരു ആപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. സോ ദാറ്റ് ഈസ് ഹാർമോണിക് ആൻഡ് ഓസിലേറ്റർ. അതും അൺസർട്ടനിറ്റി റിലേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതായത് ഹാർമോണിക് ഓസിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഹാർമോണിക് ഓസിലേറ്റർ അതായത് ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്ലാസിക്കൽ മെക്കാനിക്സിലൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണ്. ഹാർമോണിക് ഓസിലേറ്റർ ടു ആൻഡ് ഫ്രോ ഓസിലേഷൻ നിങ്ങൾക്കറിയാം. ഒരു ഓസിലേറ്റർ ഒരു പെൻഡിൽ എടുത്താൽ മതി. ഒരു പെൻഡിൽ എടുക്കുന്നു, അത് ടു ആൻഡ് ഫ്രോ ഓസിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ടു ആൻഡ് ഫ്രോ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഇഫ് ദ ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഇറ്റ് ഈസ് ആക്ടിങ് ടുവാർഡ്സ് ദ സെന്റർ. ഈ സെന്ററിലോട്ട് ആക്ട് ചെയ്തെന്ന് കാണിക്കാൻ വേണ്ടിയാണ് നെഗറ്റീവ് കൊടുക്കുന്നത്. അതായത് ഇവിടെ നിങ്ങൾ എത്രത്തോളമാണ് അതിനെ ഡിസ്പ്ലേസ് ചെയ്ത് വിടുന്നത്, അത് എക്സ് ആണെങ്കിൽ ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ അതിന് പ്രൊപ്പോർഷൻ ആയിരിക്കും. ഇത് നിങ്ങൾ അങ്ങോട്ടൊന്ന് മൂവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് എപ്പോഴും എന്ത് ചെയ്യാൻ ശ്രമിക്കും? അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിലോട്ട് തിരിച്ചു വരാൻ ശ്രമിക്കും. അതിനാണ് ഈ മൈനസ് കൊടുക്കുന്നത്. ഇത്തരത്തിലുള്ള ഓസിലേഷൻസിനെയാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻസ് എന്ന് പറയുന്നത്. സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻസ്. അങ്ങനെ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻസ് അണ്ടർഗോ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ആ ഓസിലേറ്റേഴ്സ്, അതിനെയാണ് നമ്മൾ ഹാർമോണിക് ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഒറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി, ഹാർമോണിക് ഓസിലേറ്റേഴ്സിന്റെ എനർജി എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സം ആയിരിക്കും. ഹാർമോണിക് ഓസിലേറ്ററിന്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ദാറ്റ് ഈസ് p²/2m ആണ്. മൊമെന്റം ആണ് p, m മാസ് ആണ്. പ്ലസ് കൈനറ്റിക് എനർജി വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് മറന്നു പോകരുത്. സോ ദാറ്റ് ഈസ് ഹാഫ് kx². ഈ k എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി കൊടുക്കുന്ന കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് f ഈസ് ഈക്വൽ ടു ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ കൊടുക്കുന്ന കോൺസ്റ്റന്റ് ആണ് k. ഈ കെക്ക് പറയുന്ന പേരാണ്, ഒന്നെങ്കിൽ അതിനെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതിനെ ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് പറയും. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് പറയും. ഓക്കെ, ഇതാണ് ഇതിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു p² പ്ലസ് 2m, സോറി p²/2m പ്ലസ് ഹാഫ് k². ഇനി വേറെ കാര്യം ഞാൻ പറയാം. ഈ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. അതിനെ മാസ് ഇൻറ്റു അതിന്റെ ആംഗുലാർ ഫ്രീക്വൻസി, അതിന് m⍵². ഒമേഗ ഇസ് ദ ആംഗുലാർ ഫ്രീക്വൻസി. അതായത് എത്ര ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം ഓസിലേറ്റ് ചെയ്യും അതാണ് ഈ കാണിക്കുന്നത്. k ഈസ് ഈക്വൽ ടു m⍵². ഒമേഗ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ടി എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് ആണ്. സോ ഒമേഗ ഇസ് ദ ആംഗുലാർ ഫ്രീക്വൻസി. അങ്ങനെയാണെങ്കിൽ എനർജിയെ വേണമെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസിയുടെ ടേംസിലും പഠിക്കണം. സോ ദിസ് ഈസ് ഈക്വൽ ടു p²/2m പ്ലസ് ഹാഫ് കെക്ക് വരെ എന്ത് കൊടുക്കാം? m⍵²x². രണ്ട് ഇക്വേഷൻസും രണ്ടും ഒന്ന് തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒന്ന് കെയെ ഞാൻ മാറ്റി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. സോ ദിസ് ഈസ് ദ ടോട്ടൽ എനർജി ഓഫ് എ ഹാർമോണിക് ഓസിലേറ്റർ. ക്ലിയർ ആണോ? ക്ലിയർ സർ. ഇനി ഇതിന്റെ തിയറിയാണ് ഞാൻ പറഞ്ഞത്. സോ ദിസ് ഇസ് ദ തിയറി ഓഫ് എ ഹാർമോണിക് ഓസിലേറ്റർ. ഈ ഹാർമോണിക് ഓസിലേറ്ററും അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും കൂടെ ക്ലബ്
ക്ലബ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ പ്രോബ്ലംസ് ചോദിക്കാം. അങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാം. സോ ക്വസ്റ്റ്യൻ എഴുതിക്കൊള്ളുക. determine the ground state energy of a harmonic oscillator using അവർ തന്നിട്ടുണ്ട് യൂസിങ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അറിയണം, ഹാർമോണിക് ഓസിലേറ്ററിന്റെ ബേസിക് തിയറി അറിയണം. അപ്പൊ ഹാർമോണിക് ഓസിലേറ്ററിന്റെ തിയറി ഞാനിപ്പോ പറഞ്ഞു. ഇനി ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു ഹാർമോണിക് ഓസിലേറ്ററിന് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമം എനർജി, അതാണ് അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി. അപ്പൊ ചെയ്യാൻ പറ്റുന്ന ഇത്രേ ഉള്ളൂ. നമ്മൾ ടോട്ടൽ എനർജി എന്താണെന്ന് നമുക്ക് അറിയാം. സോ ക്യാപിറ്റൽ ഇ എത്രയാണെന്ന് നമുക്ക് അറിയാം. സോ അത് ആദ്യം അങ്ങ് എഴുതുന്നു. പി സ്ക്വയർ ബൈ 2m പ്ലസ് ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. കെക്ക് പകരം എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ കൊടുക്കുന്നു. ഓക്കെ, ഇനിയാണ് അടുത്ത കൺസെപ്റ്റ് ഇവിടെ പറയേണ്ടത്. സോ ദിസ് ഈസ് ഇക്വേഷൻ 1. ഇതിന് ഞാൻ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ഇനി നമുക്ക് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, സപ്പോസ് അൺസർട്ടനിറ്റി ഇൻ ദ മൊമെന്റം ഡെൽറ്റ പി, അതിനെ ഞാൻ പി ആയിട്ട് തന്നെ അസ്യൂം ചെയ്യുന്നു എളുപ്പത്തിന് വേണ്ടി. അതുപോലെ തന്നെ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ഡെൽറ്റ എക്സ്, അതിനെ ഞാൻ അസ്യൂം ചെയ്യുന്നത് സ്മോൾ എ ആണ്. ഈ സ്മോൾ എ എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഓസിലേറ്റർ ഓസിലേറ്റ് ചെയ്യുമ്പോൾ അത് ഓസിലേറ്റ് ചെയ്യുന്ന ലിമിറ്റ് ഉണ്ട്. ഇതാണ് ലിമിറ്റ് എങ്കിൽ ഇതിനെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. ഈ ആംപ്ലിറ്റ്യൂഡ് ആണ് സ്മോൾ എ. ഈ ഒറിജിനിൽ നിന്ന് എത്രത്തോളം അത് ഓസിലേറ്റ് ചെയ്യുന്നു, ദാറ്റ് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ്. സോ ദിസ് ഈസ് ഈക്വൽ ടു സ്മോൾ എ. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ദാറ്റ് ഈസ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു സ്മോൾ എ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ധൈര്യമായിട്ട് ഇനി അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എഴുതാം. സോ ദാറ്റ് ഈസ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഇസ് ഗിവൺ ആസ് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു എച്ച് കട്ട് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഡെൽറ്റ പി ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? എനർജിയാണ്, സോറി ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ഫൈൻഡിങ് ഡെൽറ്റ പി വിച്ച് ഈസ് ഈക്വൽ ടു എച്ച് കട്ട് ബൈ ഡെൽറ്റ എക്സ്. ഓക്കെ, ഡെൽറ്റ എക്സ് എത്രയാണ് അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത്? ഡെൽറ്റ എക്സ് ഈസ് അസ്യൂംഡ് ആസ് എ. അങ്ങനെയാണെങ്കിൽ എച്ച് കട്ടിന് പകരം, സോറി ഡെൽറ്റ എക്സിന് പകരം ഞാൻ എ കൊടുത്തു, എച്ച് കട്ട് ബൈ 2. ഓക്കെ, സോ ദിസ് ഇസ് ഇക്വേഷൻ 2. അപ്പൊ ഡെൽറ്റ പി ഞാനിപ്പോ അതിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ ടേംസിൽ കണ്ടുപിടിച്ചു. ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു എച്ച് കട്ട് ബൈ എ. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് അവിടെ എനർജി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, എനർജി എങ്ങനെ കണ്ടുപിടിക്കും? അതായത് എനർജി ഇപ്പം ഈ 2നെ ഞാൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. 1ൽ 2 സബ്സ്റ്റിറ്റ്യൂട്ട്, ഐ ആം ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 2 in 1. അപ്പൊ 2ൽ 1 കൊടുക്കുന്ന എത്ര ഉള്ളൂ? ഈ ഡെൽ പിക്ക് പകരം എത്ര കൊടുക്കേണ്ടി വരും? പറഞ്ഞേ, പിക്ക് പകരം എത്ര സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും? ഈ ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത്? ഡെൽറ്റ പി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു പി എന്ന് കൊടുത്തു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ പിക്ക് പകരം പി, അതായത് എച്ച് കട്ട് ബൈ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? So that is I am substituting equation 2 in equation 1. Okay. സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ സ്റ്റെപ്പ് എഴുതിയാൽ മാറും സംശയം. ദാറ്റ് ഈസ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E is equal to P square by 2m plus half m omega square x square ആണ്. So this is equal to ഈ P square പകരം എത്ര വരും? P square പകരം എത്ര സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? h cut by a യുടെ സ്ക്വയർ ആണ്. അപ്പൊ h cut സ്ക്വയർ മുകളിൽ വരും, താഴെ 2m വരും, പിന്നെ ആ എയുടെ സ്ക്വയറും കൂടെ താഴെ വരും. ഇത്ര സംശയം ആർക്കെങ്കിലും ഉണ്ടോ? സംശയം ഉണ്ടോ? പ്ലസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ ആണ്. എക്സിനെ നമ്മൾ മാറ്റിയായിരുന്നു, ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ ആംപ്ലിറ്റ്യൂഡിലോട്ട് മാറ്റി, ശരിയല്ലേ? അപ്പൊ എക്സിന് പകരം ഞാൻ എ കൊടുത്തു, എ സ്ക്വയർ. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു,
സോ ദിസ് ഈസ് ദ എനർജി. ഇതാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി. ഇനി ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് വേണ്ട എനർജി ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ഏതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന എനർജി ഏതാണ്? ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി. ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സിസ്റ്റത്തിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും മിനിമം ആയിരിക്കും. അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു സിസ്റ്റത്തിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ മിനിമം എനർജി. അങ്ങനെയാണെങ്കിൽ ഒരു വാല്യൂ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതിന്റെ മാക്സിമമോ മിനിമമോ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിക്കുന്നുണ്ട്, മാക്സിമം മിനിമം, മാക്സിമ ആൻഡ് മിനിമ കൺസെപ്റ്റ് പഠിക്കുന്നില്ലേ? എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ മാക്സിമം മിനിമം ആകുന്നത്? ദാറ്റ് ഈസ് ഫോർ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഷുഡ് ബി മിനിമം. മാക്സിമത്തിനും മിനിമത്തിനും ഒരു കണ്ടീഷൻ ആട്ടോ, എനർജി ഷുഡ് ബി മിനിമം. ആ കണ്ടീഷൻ പറഞ്ഞേ, കണ്ടീഷൻ ആർക്കെങ്കിലും അറിയാവോ? ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് മിനിമം ആകുന്നത്? അതിന്റെ ഡെറിവേറ്റീവ് 0 ആകുമ്പോഴാണ്. ശരിയല്ലേ? അല്ലേ? അപ്പൊ ഇത് മിനിമം ആകുന്ന എപ്പോഴാണ്? DE, എനർജി DE ആണ്. ഇവിടുത്തെ വേരിയബിൾ A ആണ്. അപ്പൊ DE/dA ഈസ് ഈക്വൽ ടു 0 ആകുമ്പോഴേ ഇത് മിനിമം ആകത്തുള്ളൂ. ഇതൊക്കെ ജസ്റ്റ് മാത്തമാറ്റിക്സ് +2 പഠിക്കുന്നതാണ്. സോ ദാറ്റ് ഈസ് DE/dA ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഇതാണ്. നമ്മുടെ ഇക്വേഷൻ 3 ആണെന്ന് വിചാരിക്കുക. ഈ 3A വിത്ത് റെസ്പെക്ട് ടു A ഡെറിവേറ്റീവ് എടുത്ത് എത്ര വരും? ഫസ്റ്റ് ടേമിനകത്ത് A ഡിനോമിനേറ്ററിലാണ്. അപ്പം എത്ര വരും പറഞ്ഞ്? h കട്ട് സ്ക്വയർ ബൈ 2m കോൺസ്റ്റന്റ് ആണ്. 1/a² ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എത്ര കിട്ടും? -1/a³ ശരിയാണല്ലോ? ശരിയല്ലേ? 1/a² പ്ലസ് പറഞ്ഞേ ഹാഫ് m സ്ക്വയർ a² എത്ര കിട്ടും? ഹാഫ് m omega square കോൺസ്റ്റന്റ് ആണ്. a² ഡെറിവേറ്റീവ് 2a which is equal to 0. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുക. ഇത് 2 ക്യാൻസൽ ആയി പോകും. ഇതിൽ നിന്ന് a² അല്ലെങ്കിൽ a കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് a കണ്ടുപിടിച്ചേ. സോ ദിസ് ഈസ് ഈക്വൽ ടു -h കട്ട് സ്ക്വയർ ബൈ 2ma³ സോറി 2m a³ is equal to ഈ ടേം കൂടി ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു. ദാറ്റ് ഈസ് -m omega square a എന്ന് വരുന്നു. ഓക്കെ, ഇതിൽ നിന്ന് എനിക്ക് a കണ്ടുപിടിക്കാൻ പറ്റും. മൈനസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് a കിട്ടും. സോ ദാറ്റ് ഈസ് a അല്ലെങ്കിൽ a² ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? ഇവിടുന്ന് a³ ഒരു aയും ഈ aയും വെട്ടിക്കളഞ്ഞ് പിന്നെ a² ആവും. സോ a² ഈസ് ഈക്വൽ എത്ര കിട്ടും? h കട്ട് സ്ക്വയർഡ് അല്ലേ? ക്യൂബ് ആണ്. അല്ല, h കട്ട് സ്ക്വയർ ഇത് സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു h കട്ട് സ്ക്വയർ ആണ്. തെറ്റിട്ടൊന്നുമല്ല, അത് h കട്ട് സ്ക്വയർ ആണ്. ഓക്കെ, എത്ര കിട്ടും പറഞ്ഞേ? a² എത്ര കിട്ടും? a² ഈസ് ഈക്വൽ ടു പറഞ്ഞേ h കട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക. ഇവിടെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക. ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ എയുടെ വാല്യൂ മാത്രം കണ്ടുപിടിക്കുക. ഇവിടെ നോക്കിയേ, ഈ a³ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇത് എത്ര ആയിട്ട് മാറും? a⁴ ആയിട്ട് മാറത്തില്ലേ? അപ്പൊ a⁴ ഈസ് ഈക്വൽ ടു എത്ര വരും? h കട്ട് സ്ക്വയർ ബൈ 2. ഓക്കെ, m സ്ക്വയർ ഒമേഗ സ്ക്വയർ. ശരിയല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, ഇവിടെ ഇവിടെ ഒരു ചെറിയ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേക്ക്, ഇവിടെ നമുക്ക് ഒരു 2 കൂടെ വരില്ലേ? നിങ്ങളാരും പറഞ്ഞില്ലല്ലോ. ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ ഞാൻ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഈ ഇക്വേഷൻ 3a h കട്ട് സ്ക്വയർ ബൈ 2ma² കൊണ്ട് ഡെറിവേറ്റീവ് എടുത്തായിരുന്നല്ലോ. ഡെറിവേറ്റീവ് എടുത്തപ്പോൾ ഇവിടെ 1/a². 1/a² എന്ന് പറഞ്ഞാൽ ശരിക്കും a⁻² അല്ലേ? അതിന്റെ ഡെറിവേറ്റീവ് എത്ര വരും? -2/a².
ഒരു -2 കൂടെ വേണ്ട ഇവിടെ. ആ അത് ഞാൻ വിട്ടുപോയി. അത് കറക്റ്റ് ചെയ്യുക കേട്ടോ. ഇവിടെ 2 കൂടെ വരും. സോ ദാറ്റ് ഈസ് ഇവിടെ 2 കൂടെ വരും. ക്ലിയർ അല്ലേ? ശരിയാണ്. അപ്പൊ ഈ 2 × 2 ക്യാൻസൽ ആയി പോകും. 2 ഇല്ല. അപ്പൊ ഈ 2 × 2 ക്യാൻസൽ ആയി പോയി. അപ്പൊ ഈ എച്ച് കട്ടിന്റെ കൂടെ എങ്ങും 2 വരുന്നില്ല. അത് ക്യാൻസൽ ആയി പോകും കേട്ടോ. അത് അവസാനം വന്നപ്പോഴുണ്ടെങ്കിൽ അത് കറക്ഷൻ കൊടുത്തോണം. ഇവിടെ നമുക്ക് 2 വരില്ല. ആ 2 ക്യാൻസൽ ആയി പോകും കേട്ടോ. അത് ഞാൻ എഴുതിയതിന്റെ മിസ്റ്റേക്ക് ആണ്. സോ ദാറ്റ് ഈസ് a⁴ is equal to h²/m² ω² എന്ന് കിട്ടി. സോ ദിസ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ദിസ് ഈസ് ഫ്രം ദിസ് ഇക്വേഷൻ യു ക്യാൻ ഫൈൻഡ് a². a⁴ ന്റെ സ്ക്വയർ റൂട്ട് ആണ് a². എത്ര കിട്ടും? h²/m². h²/m². So this is equation 4. Clear ആണോ? ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഇക്വേഷൻ 4-നെ ഇക്വേഷൻ 3-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇതിനകത്ത് a² ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ആൻസർ ആയി. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 4 and 3. Substitute equation 4 in 3. അപ്പൊ എത്ര കിട്ടും? So that is therefore E is equal to, so capital E is equal to എത്ര കിട്ടും? h² by 2m a² ആണ്. ആ a² ന് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ താഴെ ഒരു h² വരും. ശരിയാണോ? കട്ടല്ലേ വരുള്ളൂ സാർ? അതെ, h കട്ടേ വരുള്ളൂ. h² കറക്റ്റ് ചെയ്യണം. ദാറ്റ് ഈസ് h² by 2m a² അല്ലേ വരുന്നേ? കേട്ടില്ല. എന്ത് സംശയം? എന്താ സംശയം ഉണ്ടോ? പറയുന്നത് ക്ലിയർ ആകുന്നില്ല. എയുടെ വാല്യൂ a² വാല്യൂ h²/m⍵. h²/m⍵. അപ്പൊ ഇവിടെ ശരിക്കും h വരുന്നുള്ളൂ, സ്ക്വയർ വരുന്നില്ല. ഇല്ല. 2m × h²/m⍵. ഇത് ക്ലിയർ അല്ലേ? ഞാൻ സംശയം ഉണ്ടോ? ഞാൻ എഴുതിയത് ശരിയാണോ? പ്ലസ് അടുത്ത ടൈം കൂടെ പറഞ്ഞേ. ½ kx² അല്ലെങ്കിൽ ½ m⍵² ആയിരുന്നു. ഇവിടെ a² എത്ര കൊടുക്കണം? h²/m⍵. ദാറ്റ് ഈസ് h²/m⍵. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ ആയി. സോ ദിസ് ഈസ് ഈക്വൽ ടു എത്ര വരും? ഇവിടെ ഒരു m, ഇവിടെ ഒരു m ക്യാൻസൽ ആവും. ഇവിടെ ഒരു h ക്യാൻസൽ ആവും. ഓക്കെ. പിന്നെ ഇവിടെ ഒരു m⍵, ഇവിടെ ഒരു ω ക്യാൻസൽ ആവും. ഇവിടെ ഒരു m, ഇവിടെ ഒരു m ക്യാൻസൽ ആവും. അപ്പം ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്ന മിച്ചം ആരൊക്കെ വരത്തുള്ളൂ? ഇവിടെ ഒരു h കട്ട്, ഇവിടെ h²ω/2 പ്ലസ് ഇവിടെ എന്ത് വരും? h²ω/2. 2 പ്രാവശ്യം h²ω/2 ആഡ് ചെയ്ത് എത്ര കിട്ടും? 2 h²ω. ശരിയല്ലേ? ½ h²ω 2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ h²ω കിട്ടത്തില്ലേ? So this is the ground state. ഇത് വളരെ ഫേമസ് ആവട്ടെ. ഇത് സാധാരണ എക്സാം, ഒബ്ജക്റ്റീവ് എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. ഗ്രൗണ്ട് സ്റ്റേറ്റ് EG എന്ന് കൊടുത്ത G4 ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണെങ്കിൽ അതിന്റെ h²ω ആണ്. ഇത് സാധാരണ ജാം എക്സാമിനൊക്കെ സാധാരണ ഇത് വെച്ച് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി മനസ്സിലായോ? അതായത് ഒരു ഹാർമോണിക് ഓസിലേറ്ററിന്റെ എനർജി, അത് നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ ഹയർ ക്ലാസ്സിൽ പഠിക്കും. ഒരു ഹാർമോണിക് ഓസിലേറ്ററിന്റെ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു n പ്ലസ്, ഇത് ഈ ക്വസ്റ്റൻ ആയിട്ട് ബന്ധപ്പെട്ടല്ല, ഞാൻ ജനറൽ ആയിട്ട് പറയുകയാണ്. E is equal to n + ½ h²ω ആണ്. ഈ n എന്ന് പറയുന്നതാണ് സ്റ്റേറ്റ്. അത് ഏത് സ്റ്റേറ്റ് ആണ്? ഫോർ എക്സാമ്പിൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണെങ്കിൽ n-ന്റെ വാല്യൂ 0 ആയിരിക്കും. ഫസ്റ്റ് സ്റ്റേറ്റ് ആണെങ്കിൽ n-ന്റെ വാല്യൂ 1 ആയിരിക്കും. സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണെങ്കിൽ n-ന്റെ വാല്യൂ 2 ആയിരിക്കും. ഈ ഫോർമുല അറിയാവുന്ന ഒരാൾക്ക് n-ന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി കിട്ടും. എത്ര കിട്ടും? n-ന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എത്രയാണ് പറഞ്ഞ്? n = 0. So that is ½ h²ω. ഇവിടെ നമുക്ക് h²ω ആണ് കിട്ടിയിരിക്കുന്നത്, ഡബിൾ ആണ് കിട്ടിയിരിക്കുന്നത്. എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ഓസിലേഷൻ ടു ആൻഡ് ഫ്രോ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് വൈ യു ആർ ഗെറ്റിംഗ് h²ω. ഓക്കെ,
ഈ ഫോർമുലയും കൂടെ ഒന്ന് ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. ഇത് നിങ്ങളുടെ BSc സിലബസിലില്ല, പക്ഷേ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എക്സാം ജാം പോലുള്ള എക്സാംസ് ഒക്കെ എഴുതുന്നുണ്ടെങ്കിൽ ഈ ഫോർമുലയും കൂടെ അറിഞ്ഞിരിക്കണം. n+12 h cut omega. ക്ലിയർ ആണോ? സർ ക്ലിയർ. അപ്പൊ ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഓർത്തിരിക്കുക. ഇതിപ്പോ നിങ്ങളുടെ BSc ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യത ഉണ്ടോ വെച്ചാൽ വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻട്രൻസസ് പല ടൈപ്പ് ഓഫ് എൻട്രൻസിനൊക്കെ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും അതുപോലെ തന്നെ ഹാർമോണിക് ഓസിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കൺസെപ്റ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ടിക്കിൾ ഇൻ എ ബോക്സിന്റെ 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തായിരുന്നു. പക്ഷേ അതിന്റെ ഒരു കൺസെപ്റ്റും കൂടെ, അതിന്റെ ഒരു 1-2 കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. കാരണം അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടോ BScക്ക്? ഉണ്ടല്ലോ അല്ലെ? പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് 1-2 കാര്യങ്ങൾ മാത്രം നമുക്ക് അറിഞ്ഞിരുന്നാൽ മതി. ഒന്ന്, അതിന്റെ വേവ് ഫംഗ്ഷൻ. അതായത് കൺസെപ്റ്റ് ഇതാണ്, ഒരു ബോക്സ്, ആ ബോക്സിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 0 to L. 0 മുതൽ L വരെയാണ് അതിന്റെ ലെങ്ത് എന്ന് വിചാരിക്കുക. L ലെങ്ത് ഉള്ള ബോക്സിനുള്ളിൽ ഒരു പാർട്ടിക്കിൾ ട്രാപ്പ് ആയി കിടക്കുവാണ്. സോ ദാറ്റ് ഈസ് എ പാർട്ടിക്കിൾ ഈസ് ട്രാപ്ഡ് ഇൻസൈഡ് എ ബോക്സ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഈ ബോക്സിനുള്ളിൽ മാത്രമേ പാർട്ടിക്കിളിന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം അതിന് ഈ ബോക്സിനുള്ളിൽ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ. ഇതിന്റെ പൊട്ടൻഷ്യൽ, ഈ ഒരു ഇങ്ങോട്ട് ഇതിന്റെ പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റി ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് പാർട്ടിക്കിൾ V of x equal to 0. പൊട്ടൻഷ്യൽ അകത്തില്ല മീൻസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഈക്വൽ ടു കൊടുക്കണ്ട, 0 ലെസ് ദാൻ x ലെസ് ദാൻ L. അതായത് എക്സിന്റെ വാല്യൂ L-നേക്കാട്ടിലും കുറവും 0-നേക്കാട്ടിലും കൂടുതലാണെങ്കിൽ പൊട്ടൻഷ്യൽ ഇല്ല. അതായത് V of x ഇൻസൈഡ് ദ ബോക്സ് പൊട്ടൻഷ്യൽ 0. പക്ഷേ V of x ഈക്വൽ ടു ഇൻഫിനിറ്റി എപ്പോഴാണ്? x ലെസ് ദാൻ 0-ലും x ഗ്രേറ്റർ ദാൻ L-ലും. അതായത് ഇതിന് ഇങ്ങോട്ട് ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു റീജിയനിലൂടെ പാർട്ടിക്കിളിന് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു റീജിയനിൽ ഇവിടെയും അതിന് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിനുള്ളിൽ ട്രാപ്പ് ചെയ്ത് കിടക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ട്രാപ്പ് ചെയ്ത് കിടക്കുന്ന പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ എത്രയാണ്? ആ വേവ് ഫംഗ്ഷൻ ഡിറൈവ് ചെയ്തെടുക്കണം. അതിപ്പോ ഞാൻ ഡിറൈവ് ചെയ്യാൻ നിൽക്കുന്നില്ല, നിങ്ങൾ സിലബസിൽ നിങ്ങളുടെ തിയറി പാർട്ടിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. സോ വേവ് ഫംഗ്ഷൻ മാത്രം ഓർത്തിരിക്കണം. psi is equal to ക്യാപിറ്റൽ എ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് ആണ്, അത് ഞാൻ പറഞ്ഞുതരാം. sin n pi x by L. ഇതാണ് വേവ് ഫംഗ്ഷൻ. എ എന്ന് പറഞ്ഞാൽ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് ആണ്, അത് നമ്മൾ കണ്ടുപിടിക്കും. അതും കൂടെ ചേർത്ത് വേണം പഠിക്കാൻ. psi is equal to root of 2 by capital L sin n pi x by L. ഓക്കെ, ഈ ഫോർമുല അറിഞ്ഞിരിക്കണം. പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ വേവ് ഫംഗ്ഷൻ ക്വസ്റ്റ്യനിൽ തരാൻ സാധ്യതയില്ല. കാരണം നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്നാണ് എന്റെ കൺസെപ്റ്റ്. ഈ വേവ് ഫംഗ്ഷൻ അറിഞ്ഞാലേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. L is equal to ലെങ്ത് ഓഫ് ബോക്സ് ആണ്. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ലെവലാണ്. അതായത് ഏത് എനർജി ലെവലിലാണ്. ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് n 0 വരും. ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് n-ന്റെ വാല്യൂ 1 വരത്തുള്ളൂ കേട്ടോ. കാരണം 0 വന്നു കഴിഞ്ഞാൽ പിന്നെ വേവ് ഫംഗ്ഷൻ ഇല്ല, sin 0 ആയി പോകും. അതുകൊണ്ട് n is equal to 1. So n represent എന്താണ്? എനർജി ലെവൽ. So n represents the energy level. ഇതാണ് അതിന്റെ വേവ് ഫംഗ്ഷൻ. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് വേവ് ഫംഗ്ഷൻ. ഇനി ഇതിനകത്ത് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ ഇതിനൊരു എനർജി കാണും. ആ എനർജിയും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ എനർജിയുടെ ഇക്വേഷൻ ഓർത്തിരിക്കണം. സോ ദാറ്റ് ഈസ് അതും ഡിറൈവ് ചെയ്തെടുക്കാറുണ്ട്. ഇപ്പൊ ഞാൻ ഡെറിവേഷനോട് പോകുന്നില്ല. എനർജി ഈസ് ഈക്വൽ ടു എത്ര ആർക്കെങ്കിലും പറയാമോ എനർജിയുടെ ഇക്വേഷൻ? n squared pi squared h cut squared by 2ml squared. Yes, n square pi square h cut square by 2ml square. ഇതാണ് ഇക്വേഷൻ. ഇനി ചില ടെക്സ്റ്റുകളിലൊക്കെ h കട്ടിന്റെ വാല്യൂ മാറ്റി എഴുതിയിട്ടുണ്ട്. h cut is equal to h by 2 pi ആണ്. അത് കൊടുത്ത് ചെയ്യാറുണ്ട്. അത് കൊടുത്ത് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഈ 2 മാറി എത്ര വരും? 8 വരും. മനസ്സിലായോ?
മനസ്സിലായോ? അതായത് ചില ടെക്സ്റ്റുകളിൽ ഇങ്ങനെ ഒരു ഫോർമുല കാണാറുണ്ട്. E is equal to n square h square by 8 ml square. രണ്ടും ഒരേ ഫോർമുലയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഇവിടെ h കട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഇവിടെ h ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. h കട്ടും h തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? h/2π ആണ്. അപ്പൊ ഈ പൈ സ്ക്വയറും ഒക്കെ ക്യാൻസൽ ആയി പോയിട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അത് ഓർത്തിരിക്കുക. ഞാൻ ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. E is equal to n square pi square h cut square by 2ml square. ക്ലിയർ ആണോ? ഈ രണ്ട് ഫോർമുല അറിഞ്ഞാലേ ഈ ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ക്ലിയർ ആണോ? ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ പറയാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുന്നത്. ഇത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. സിമ്പിൾ ആണ് കൺസെപ്റ്റ്. ഇത്രേ ഉള്ളൂ. An electron is enclosed in a box of length 1 Armstrong. Question ഇതാണ്, determine the energy eigenvalue. Determine the energy eigenvalues. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു ഇലക്ട്രോണിനെ ഒരു ബോക്സിനുള്ളിൽ വെച്ചിരിക്കുകയാണ്. ആ ബോക്സിന്റെ ലെങ്ത് 1 ആംസ്ട്രോങ് ആണ് തന്നിട്ടുണ്ട്. അത് L തന്നിട്ടുണ്ട്, 1 ആംസ്ട്രോങ് ആണ്. നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്നത് എനർജി കണ്ടുപിടിക്കാനാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം പാർട്ടിക്കിളിന്റെ ബോക്സിന്റെ എനർജിയുടെ ഫോർമുല നിങ്ങൾക്ക് അറിയാം. എന്താ ഫോർമുല? ഇപ്പൊ ഞാൻ പഠിപ്പിച്ചു. എന്താണ്? E is equal to എത്രയാണ്? n square pi square h cut square by 2ml square. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ശ്രദ്ധിക്കണം. ഇവര് എന്ത് തന്നിട്ടില്ല, ഇവരിനകത്ത് എന്ത് തന്നിട്ടില്ല, ഇവര് എനർജി ഏത് ലെവലാന്ന് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ n തന്നെ യൂസ് ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. നിങ്ങൾക്ക് n-ന്റെ വാല്യൂ 1 or 2 ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ദേ ആർ നോട്ട് ഗിവൺ ദ വാല്യൂ ഓഫ് n. അപ്പൊ ബാക്കിയുള്ള വാല്യൂസ് നിങ്ങൾക്ക് അറിയാം. n-ന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിലും n-ന്റെ വാല്യൂ അതുപോലെ കൊടുക്കുക. പൈയുടെ വാല്യൂ അറിയാം, 3.14 സ്ക്വയർ ആണ്. h കട്ടിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, എത്രയാണ്? 1.05 into 10⁻⁻34 the whole square by 2 into ഇലക്ട്രോൺ ആണ് തന്നിരിക്കുന്നത്, മാസ് 9.1 into 10⁻⁻31 ആണ്. L-ന്റെ വാല്യൂ 1 ആംസ്ട്രോങ് ആണ്. ഒരു ആംസ്ട്രോങ് 10⁻10 ആണ്. അതിന്റെ സ്ക്വയർ എഴുതുക, ഇത്ര വരും. ഇവിടെ n-ന്റെ വാല്യൂ തന്നിട്ടില്ല, അതുകൊണ്ട് ബാക്കിയുള്ള വാല്യൂസ് എല്ലാം കൂടെ ചെയ്ത് നോക്കുമ്പോൾ യു ആർ ഗെറ്റിംഗ് 37. n തരാത്തോണ്ട് അതുപോലെ എഴുതി n സ്ക്വയർ. യൂണിറ്റ് ഞാൻ ഇലക്ട്രോൺ വോൾട്ടിലോട്ട് മാറ്റുന്നുണ്ട്. അതായത് ഇപ്പൊ കിട്ടുന്ന ജൂളിനെ 1.6 into 10⁻19 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്തിട്ട് ജൂളിലോട്ട് മാറ്റുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 37 n സ്ക്വയർ ഇലക്ട്രോൺ വോൾട്ട്. ക്ലിയർ ആണോ? ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഫോർമുല അറിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ്, അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയിരുന്നെങ്കിലോ n-ന് വാല്യൂ എത്ര കൊടുക്കണം? 1 കൊടുക്കണം. സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണെങ്കിൽ n-ന്റെ വാല്യൂ 2 കൊടുക്കണം. അപ്പൊ അതനുസരിച്ച് ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ അതാണ് കൺസെപ്റ്റ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇതിനകത്ത് ഓർത്തിരിക്കണം. ഇതിനകത്തുള്ള ചില കാര്യങ്ങൾ ഇഷ്ടംപോലെ പ്രോബ്ലംസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാനിപ്പോ എല്ലാ ക്വസ്റ്റ്യൻസും അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് അതുകൊണ്ട് നിങ്ങളിപ്പോ ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റ് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും കൂടെ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാനത് ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, ഇന്നലെ ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചില്ലായിരുന്നു. അതായത് എക്സ്പെക്ടേഷൻ വാല്യൂ ആയിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചായിരുന്നു. ഏതായിരുന്നു? ഫൈൻഡ് ദ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ ട്രാപ്ഡ് ഇൻ എ ബോക്സ്. അതായത് ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തെടുത്തോളൂ. ഇതൊക്കെ ചോദിക്കുക. അതായത് ഫൈൻഡ് ദ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് position of a particle
trapped in a box of length L. Okay. ഇത് ഞാൻ മൊത്തം ചെയ്യാൻ നിൽക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. ഇത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം പൊസിഷന്റെ സിമ്പിൾ ഇതാണ്. എക്സ്പെക്ടേഷന്റെ സിമ്പിൾ ഫോർമുല കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്താ ഓർമ്മയുണ്ടായിരുന്നു ഫോർമുല? -∞ to +∞ എത്രയാണ്? സൈ സ്റ്റാർ എക്സ് സൈ ഡി എക്സ്. ശരിയല്ലേ? ശരിയാണോ? ഇവിടെ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് ആണ്. ബോബ് ഫംഗ്ഷൻ അറിഞ്ഞാലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ സൈയുടെ വാല്യൂ എത്രയാണെന്ന് അറിയണം. എത്ര? √2/L sin n pi x/L ആണ്. ഇത് സൈ ആണ്. ഇത് കോംപ്ലക്സ് അല്ലാത്തതുകൊണ്ട് സൈ സ്റ്റാർ എത്ര തന്നെ വരും? സൈ സ്റ്റാർ എത്ര തന്നെ വരും? അത് തന്നെ വരും. പാർട്ടിക്കിളിന്റെ ലെങ്ത് പറഞ്ഞിട്ടുണ്ട് L ആണ്. അപ്പോൾ നമ്മൾ -∞ തൊട്ട് +∞ വരെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. 0 to L കൺസിഡർ ചെയ്താൽ മതി. സൈ സ്റ്റാറും സൈയും ഒരേ ആള് തന്നെ ആയതുകൊണ്ട് 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ദാറ്റ് ഈസ് 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 2/L കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തെടുത്തു. റൂട്ട് മാറി കോൺസ്റ്റന്റ് പുറത്തെടുത്തു. പിന്നെ എന്താണുള്ളത്? ഈ എക്സ് ഉണ്ട്. sin n pi x 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ sin സ്ക്വയർ n pi x/L dx. ക്ലിയർ ആണോ? ഇനി ഒന്നും ചെയ്യാനില്ല. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ മാത്സ് പഠിക്കുന്നതാണ്. ഞാൻ അത് വീണ്ടും ചെയ്യുന്നില്ല. ഇത് ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കുക. ഈ 0 to L x sin സ്ക്വയർ n pi x/L ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോണ ആൻസർ നിങ്ങൾ ചെയ്ത് നോക്കിക്കോളുക. മാത്തമാറ്റിക്സ് ആണ്. നമ്മൾ വീണ്ടും അത് പറയേണ്ട കാര്യമില്ല. 2/L ഇൻറ്റു ഈ 2/L പുറത്ത് കിടക്കുന്ന 2/L എന്നാണ്. ഈ ഇന്റഗ്രേഷന്റെ വാല്യൂ കിട്ടാൻ പോണത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോണത് L²/2 ആണ്. സോ L ക്യാൻസൽ ആയി പോയി. ഫൈനൽ ആൻസർ എത്ര കിട്ടും? L/2. മനസ്സിലായി? ഇത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റൻ ആണോ? ഇത് സ്ഥിരം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. ഇവിടെ ഈ വാല്യൂവിനെ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. sin സ്ക്വയർ എക്സിന്റെ ഫോർമുല ആണ് കൊടുക്കാൻ. 1 - cos 2x/2. ആ ഫോർമുല കൊടുത്തിട്ട് വേണം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. കേട്ടോ? അതങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കോളും. ചെയ്ത് നോക്കുക. ഇതൊക്കെ മാത്സ് ആണ്, പ്യുവർ മാത്സ് ആണ്. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞോളൂ. മാത്രല്ലേ വരാം? കേട്ടില്ല? 2 ക്യാൻസൽ ആയി പോവില്ലേ സാറേ? അവസാനം എല്ലെന്നല്ലേ കിട്ടാ? എല്ലാണോ കിട്ടുന്നത്? സോറി എല്ല 2/L × L²/2. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. L/2 ആണോ? ഇവിടെ എനിക്ക് തോന്നുന്നു L²/4 ആ കിട്ടുന്നത്. കേട്ടോ? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. എനിക്ക് തോന്നുന്നു ഇവിടെ L²/4 ആ കിട്ടുന്നത്. അപ്പൊ ആൻസർ L/2 കിട്ടണം. കേട്ടോ? L². നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് ഞാൻ റഫ് പറഞ്ഞു. അതിന്റെ ഈ വാല്യൂ കിട്ടുന്ന L²/4 കിട്ടുന്നുണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ L/2 കിട്ടത്തുള്ളൂ. കേട്ടോ? അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ അത്യാവശ്യം ഞാൻ ഉദ്ദേശിച്ച ടോപ്പിക്സ് എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടം പോലെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണിത്. നമുക്ക് അതുകൊണ്ട് ലിമിറ്റഡ് ആയിട്ട് ഞാൻ സെലക്റ്റീവ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ ഒരു ഐഡിയ വെച്ചുകൊണ്ട് കുറച്ചും കൂടെ മാക്സിമം പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. നന്നായിട്ട് മാത്തമാറ്റിക്സ് അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ചും ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും. ഓട്ടോ മെക്കാനിക്സ് പഠിക്കുമ്പോൾ അതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇന്റഗ്രൽ കാൽക്കുലസും ഡിഫറൻഷ്യൽ കാൽക്കുലസും ആണ്. അത് നന്നായിട്ട് അറിയാവുന്ന ഒരു കുട്ടിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പം ഈ കുറച്ച് ട്രിഗ്നോമെട്രി അറിഞ്ഞിരിക്കണം. കുറച്ച് ട്രിഗ്നോമെട്രി, നന്നായിട്ട് ഇന്റഗ്രേഷൻ, നന്നായിട്ട് ഡിഫറൻസിയേഷൻ, ഇത്ര അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കുറച്ചും കൂടെ മാത്തമാറ്റിക്കൽ ബേസ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുക. തിയറി നന്നായിട്ട് മനസ്സിലാക്കുക. പ്രോബ്ലംസ് നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല. നേരിട്ടൊരു പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്താൽ ഒരിക്കലും ആ പ്രോബ്ലം എളുപ്പമായിട്ട് തോന്നത്തില്ല. ആ പ്രോബ്ലത്തിന്റെ പുറകിലുള്ള തിയറിയും കൂടെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിച്ചു നോക്കും. നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് എളുപ്പം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ വേണം ഒരു പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യാൻ. അപ്പോൾ പഠിക്കുന്ന എല്ലാ പോർഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ BSc ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പൊ യൂണിവേഴ്സിറ്റി എക്സാമിന് ചിലപ്പോൾ വലിയൊരു ലെവലിൽ പോയില്ലെങ്കിലും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് ഇത് കഴിഞ്ഞിട്ടൊരു ജാം എൻട്രൻസോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹയർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഫിസിക്സോ റിലേറ്റഡ് ആയിട്ട് എഴുതണമെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു സിലബസിൽ നിന്ന് മാറി കുറച്ചും കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്താലേ പറ്റുള്ളൂ.
അപ്പൊ അതുകൊണ്ട് ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കുറച്ച് ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ അത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ സിലബസിൽ MG യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ അരുൾദാസിന്റെ ക്വാണ്ടം മെക്കാനിക്സിന്റെ ടെക്സ്റ്റ് ആണ് റഫറൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ ബുക്ക് ഓഫ് സ്റ്റഡി പറഞ്ഞിരിക്കുന്നത്. ഞാൻ അത് തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അരുൾദാസിന്റെ വേറൊരു ടെക്സ്റ്റ് ബുക്കും കൂടെ ഉണ്ട്, 500 സോൾവ്ഡ് പ്രോബ്ലംസ് ഇൻ ക്വാണ്ടം മെക്കാനിക്സ്. അതായത് ക്വാണ്ടം മെക്കാനിക്സിലെ 500 സോൾവ്ഡ് പ്രോബ്ലംസിന്റെ ഒരു പുസ്തകം, എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്തിട്ടിരിക്കുകയാണ്. അത് കുറച്ച് എന്താ പറയേണ്ടത്, PG ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻസും അതിനകത്തുണ്ട്. താല്പര്യമുള്ളവർ അതൊക്കെ ഒന്ന് റെഫർ ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ജാം എക്സാമിനേഷന്റെ പ്രിപ്പറേഷനൊക്കെ ഹെൽപ്പ് ചെയ്യും. താല്പര്യമുള്ളവർ, ഇല്ലാത്ത നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെ നോക്കുക. എന്തായാലും മാക്സിമം പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക. കാരണം ഏറ്റവും എളുപ്പം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സെക്ഷനാണ് പ്രോബ്ലം സെക്ഷൻ. ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മാക്സിമം പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻസ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. സാധാരണ യൂണിവേഴ്സിറ്റി എക്സാമിനേഷന് പ്രോബ്ലംസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് അവസാനം ഒരു 4-5 കൊല്ലത്തെ ക്വസ്റ്റ്യൻസ് പേപ്പർ എടുത്തിട്ട് അതിലെല്ലാ പ്രോബ്ലംസും വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് പ്രോബ്ലം സെക്ഷനിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ഇനി എന്തായാലും കുറച്ചും കൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. 5th സെമസ്റ്റർ എക്സാമിനേഷൻ നന്നായിട്ട് എഴുതുക. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നിർത്താം. സംശയം എന്തെങ്കിലും ഉണ്ടോ? സംശയം ഉണ്ടോ?